പറയുന്നത് മുനീർ സാഹിബും ഈ ഹമ്മദ് സാഹിബും ഒക്കെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ രാഷ്ട്രീയത്തിലെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാണ്, അവരൊക്കെ ഇലക്ഷനിൽ മത്സരിക്കുന്ന ആളുകളാണ്. അപ്പൊ ഒരു വോട്ടെങ്കിലും കിട്ടിക്കോട്ടെ വെച്ചിട്ട് പറയണം, അല്ലാതെ അവരുടെ മനസ്സിലൊന്നും നിങ്ങളെ കുറിച്ച് ഒരു വിലയുമില്ല. അന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ് മത്സരിച്ച അന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കാന്തപുരം വിഭാഗം എ.പി. സുന്നി സംഘടനാപരമായിട്ട് എന്നെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ എന്നാണ് പരസ്യമായിട്ട് പറഞ്ഞത്. പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സമസ്തയുടെ വേദിയിൽ വന്ന് എപ്പോഴും പറയുന്നുണ്ട്, ഏത് വിഷയവും സമസ്തയോട് ചോദിച്ചിട്ടേ ഞങ്ങൾ തീരുമാനിക്കുള്ളൂ. സമസ്ത അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിൽക്കും, സമസ്ത പോവട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോവും. അതാണ്. അപ്പൊ സമസ്തയുടെ കയ്യിലാണ് മുസ്ലിം ലീഗിന്റെ കടിഞ്ഞാണ്, അല്ലാതെ പിന്നെ സമസ്തന്റെ കടിഞ്ഞാണ് ലീഗിന്റെ അടുത്തല്ല. സമസ്ത പറയുന്നിടത്ത ലീഗ് നിൽക്കുള്ളൂ എന്നാ പറഞ്ഞത്. അപ്പൊ അത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പരസ്യമായി പ്രസംഗിക്കുമ്പോഴേ ഈ എ പി ഗ്രൂപ്പിലെ നേതാക്കന്മാർക്കൊന്ന് മനസ്സിലായിക്കൂടെ, ഇങ്ങനെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പറയുമ്പോഴേ പിന്നെ നിങ്ങൾ എങ്ങനെ പുകഴ്ത്തിയിട്ട് എന്ത് കാര്യം? അതാണ്, സമസ്ത അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും ലീഗ്, സമസ്ത പോവട്ടെ എന്ന് പറഞ്ഞാൽ ലീഗ് പോവും. അതാണ്. അപ്പൊ ആരൊക്കെ നിങ്ങളെ പുകഴ്ത്തി പറഞ്ഞാലും പുകഴ്ത്തി പറഞ്ഞിട്ടില്ലെങ്കിലും അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അത് അവര് താൽക്കാലിക ലാഭത്തിന്, രാഷ്ട്രീയക്കാരെ എല്ലാവർക്കും പറയുന്നത് താൽക്കാലിക ലാഭത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷെ അവരുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട്, ഇന്ന് നേരത്തെ ദാരിമി ഉസ്താദ് സമദാൻ സാഹിബിന്റെ പ്രസംഗം ഇട്ടല്ലോ, സമദാൻ സാഹിബിന്റെ പ്രസംഗത്തില് ശിഹാബ് തങ്ങളെ കുറിച്ച് എ പി ഗ്രൂപ്പ് പരസ്യമായിട്ട് അവഹേളിച്ച ഇതാണ് പറയുന്നത്. അതൊന്നും ലീഗിന്റെയോ അതിൽ മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെയോ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ശിഹാബ് തങ്ങളെ വേദനിപ്പിച്ച കഥകളൊന്നും ഞങ്ങളാരും മറക്കില്ല, മറക്കാനായിട്ടുമില്ല. അത്രക്ക് മോശമായിട്ടാണ് അവര് പ്രസംഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ദാരിമി ഉസ്താദ് ആ വിഷയം ഒന്ന് പറയണമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞാൻ നാട്ടിൽ നിന്നാണ് നിൽക്കുന്നത്. ഇപ്പൊ നേരെ നാട്ടിലെ 12:45 ഉറക്കവെച്ച് ഞാൻ കേൾക്കുന്നത്. അതുകൊണ്ട് ദാരിമി ഉസ്താദ് ഒന്ന് വിശദീകരിക്കണം, വന്നവരുടെ കഥയൊന്ന് വിശദീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദുആയിൽ എന്നെ ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, അസ്സലാമു അലൈക്കും. എനിക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ ഇതിനു മുന്നേ സംസാരിച്ച ആള് ദാരിമി ഉസ്താദിന്റെ ഒരു ഇത് കേൾക്കുന്ന നമുക്ക് താല്പര്യം, അതോടുകൂടി എന്റെ സംശയങ്ങളൊന്നും ഞാൻ ഇപ്പോൾ മാറ്റിവെച്ച് കാര്യമായിട്ടുള്ള സംശയങ്ങളൊന്നും ഇല്ല. ഇതുപോലെ ഈ മറ്റത്തൂര് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളൊരു എസ്കെന്റെ ഒരു പുതിയ ഒരു ഗ്രാമം, അപ്പൊ തുടങ്ങിയത് അതിന്റെ പ്രവർത്തകർ വിളിച്ചിട്ട് അറിയിച്ചിട്ടുണ്ട്, നല്ല വിജയമാണ്, അത് നല്ല രീതിയിൽ മുന്നോട്ട് പോവാന് ഉസ്താദ്മാർ ദ്വാരക്കണമെന്നും പറഞ്ഞ് മൈക്ക് റിലീസ് ചെയ്യുന്നു. ദാരിമി ഉസ്താദിന്റെ ആ വെളിപ്പെടുത്തലിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആളുടെ പേര് വ്യക്തം അറിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ ഒരു വെളിപ്പെടുത്തലായിട്ടുണ്ട് വരാത്തത്. എന്റെ ഒരു സുഹൃത്ത് ഇന്ന് ഇസ്ലാമിക് സെന്ററിൽ ചെന്നിരുന്നു. അപ്പൊ അവിടെ ഒരു പിന്നെ സക്കാഫിയും ഒരു സാദിയും വന്നിരുന്നു. അപ്പൊ അവർ സംശയം മുടിയൊക്കെ പരിശോധിക്കാനും അന്വേഷിക്കാനൊക്കെ കുറച്ച് സ്ട്രോങ്ങിൽ വന്നത് തന്നെയായിരുന്നു. പക്ഷെ അവർ ഇരുത്തിക്കൊണ്ട് സത്താർ പന്തല്ലൂർ, നമുക്കറിയാം നമ്മുടെ SKSFന്റെ ഓഫീസ് സെക്രട്ടറി ഒക്കെ ആയി, ഇസ്ലാമിക് സെൻട്രൽ ഓഫീസ് സെക്രട്ടറി ആയി സജീവമായി വർക്ക് ചെയ്യുന്ന സത്താർ പന്തല്ലൂര്, അദ്ദേഹം അവരെ ഇരുത്തി ശരിക്കും പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അവർ മാറി തുടങ്ങുകയും ഞങ്ങൾക്ക് എന്നാൽ ഒരു ജോലി വേണമെന്ന് ജോലി അവർക്ക് നല്ല ജോലി കൊടുക്കാമെന്ന് ഇസ്ലാമിക് സെന്ററിൽ നിന്ന് സത്താർ വാക്ക് നൽകി. അവർക്ക് വേണമെങ്കിൽ നല്ല ജോലി നൽകാം, ജോലിയൊക്കെ നമുക്ക് നോക്കി കൊടുക്കാം, നിങ്ങൾക്ക് സത്യം മനസ്സിലാവുകയാണെങ്കിൽ ഞങ്ങൾ ശരിയായി ഏറ്റെടുക്കാം, നിങ്ങൾ ഇങ്ങോട്ട് പോരണം എന്നുള്ള രൂപത്തിൽ സംസാരിച്ചപ്പോൾ അവര് ഞങ്ങൾക്ക് സത്യം ബോധ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് നിങ്ങളെ വിഷയം വന്നപ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോഴാണ് കാര്യങ്ങൾ ശരിക്കും മനസ്സിലായത് എന്ന് പറയുകയും അവർ തങ്ങളുടെ ആ പഴയ നിലപാട് മാറ്റി
വെച്ചുകൊണ്ട് തന്നെയാണ് അവിടുന്ന് ഇറങ്ങിപ്പോയത്. ഇനി വരും നാളുകളിൽ അവരുമായി കൂടുതൽ ബന്ധപ്പെട്ട് അവരുടെ പേരുകളൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ സത്താറിനെ തന്നെ വിളിച്ച് ആ വിഷയം ശരിക്കും അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നൂർ ഫൈസി ഉസ്താദ് എന്നെ മുമ്പ് തന്നെ മൈക്കിന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ എനിക്ക് ആണ് മൈക്ക് ക്ലിക്ക് ചെയ്തപ്പോൾ കിട്ടിയതുകൊണ്ട് സംസാരിച്ചതാണ്. ഉസ്താദ് മൈക്കിലേക്ക് വരണം. ഞാൻ നിർത്തുന്നു. ഞങ്ങൾ ഇനി ഉറങ്ങാൻ പോവുകയാണ്. നാട്ടിൽ നിന്ന് മറ്റൊരു നൂർ ഫൈസി ഉസ്താദ് ഒരു കാര്യം കൂടി പറയട്ടെ. ആള് പോയോ? നമ്മളെ ഇപ്പൊ എന്റെ മുമ്പ് സംസാരിച്ചിരുന്ന ആളുണ്ടല്ലോ, അദ്ദേഹം പോയോന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹം നാട്ടിൽ നിന്നാണെന്ന് പറഞ്ഞു. നാട്ടിൽ നിന്നാണെങ്കിൽ നമ്മൾ എന്തായാലും ഒന്ന് സംഗമിക്കണം. കാരണം നിങ്ങൾ ആ ഭാഗത്തു നിന്നുള്ള ലൈവ് നമുക്ക് കിട്ടേണ്ട ആവശ്യമുണ്ട്. ഇന്നിപ്പോ നാളെ അഷ്റഫി നദ്വി ഉസ്താദിന്റെ ഒക്കെ ലൈവ് ഉണ്ടെന്ന് പറഞ്ഞു. ഒക്കെ അതാത് ഭാഗത്ത് പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് നിങ്ങളുടെ നമ്പർ, എന്റെ നമ്പർ എഴുതി വെച്ചോളൂ. 9747-602-872 എന്റെ നമ്പർ. നിങ്ങൾ അതിൽ വിളിക്കണം. വിളിച്ചിട്ട് നിങ്ങളെ ഏരിയയിലുള്ള ലൈവുകളൊക്കെ കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരാമം കുറിച്ച് ഞാൻ ഫൈസി ഉസ്താദിന് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൈക്ക് എടുക്കുമ്പോ പെട്ടെന്ന് കിട്ടാത്തത് വേറെ ആളുകൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നത് കാരണമായിരിക്കും തോന്നുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ സമസ്തകാര ജമിഅത്തുൽ ഉലമ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ സമസ്തക്ക് ആരൊക്കെ വരണത് ആരൊക്കെ പോകുന്നത് നോക്കിയിട്ടല്ല. എനിക്ക് ആളുകളൊക്കെ സമസ്തയിൽ നിന്ന് പോയാലും ശരി സത്യമാണ് എന്ന് ബോധ്യപ്പെട്ട കാര്യം പറയുന്ന എന്തിനാണ്? കുറെ ആളുകളെ കൂട്ടാൻ വേണ്ടിയല്ല. പിന്നെ ഹക്ക് എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ സമസ്തക്ക് കുറെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ജനങ്ങൾ പോകുന്ന വിഷയം നോക്കുകയാണെങ്കിൽ സമസ്തക്ക് കുറെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. നൂർ ഇർഷാദ് തരീഖത്തിനെ എതിർത്തപ്പോ കുട്ടി ഹസനാജി പോലെയുള്ള ഉന്നതരായ ആളുകളൊക്കെ നൂർ ഇർഷാദ് തരീഖത്തേര് ഒരു കാലത്ത് സമസ്തയുടെ നിലനിൽപ്പ് തന്നെ കുട്ടി ഹസനാജിയുടെ നാവിന്മേലായിരുന്നു. കുട്ടി ഹസനാജി പണ്ടൊക്കെ പട്ടിക്കാട് ജാമിഅ നൂരിയയിലെ സമ്മേളനമൊക്കെ ഉണ്ടാകുമ്പോൾ CH പ്രസംഗവും കുട്ടി ഹസനാജിന്റെ ദുആയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആളുകളൊക്കെ പോകും. ഈ CH പ്രസംഗം കേട്ടാലും ശരി കുട്ടി ഹസനാജിന്റെ ദുആ ബാക്കിയുണ്ടെന്ന് പറയുമ്പോൾ അവിടെ ആളുകളൊക്കെ അവിടെ നിൽക്കും കുട്ടി ഹസനാജിന്റെ ദുആ കേൾക്കാൻ വേണ്ടി, അതിൽ പങ്കെടുക്കാൻ വേണ്ടി. അങ്ങനെയുള്ള കുട്ടി ഹസനാജൊക്കെ പോവാണ് നൂർ ഇർഷാദ് തരീഖത്തിനെ എതിർത്തപ്പോ. വലിയ ഉന്നതരായ ആളുകളൊക്കെ സമസ്തന് പോവാണ്. പക്ഷെ അത് വിചാരിച്ചപ്പോ നൂർ ഇർഷാദ് തരീഖത്ത് ഹക്കാണെന്ന് പറയാൻ പറ്റുമോ സമസ്തക്ക്? സമസ്ത നൂർ ഇർഷാദ് തരീഖത്തിനെ കുറിച്ച് അഗാധമായി പഠിച്ചു. അത് ബാത്തിലാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ സമസ്ത അത് പറഞ്ഞു. അപ്പൊ കുറെ ആൾക്കാർ പോയി. അപ്പൊ ആരെങ്കിലും പോവുക വരെ അതല്ല വിഷയം. അതുപോലെ തന്നെ ഈ തബ്ലീഗ് ജമാഅത്ത് കാണുമ്പോൾ നല്ല ഉഷാറാണ്, നല്ല തലയെക്കെട്ടും, നല്ല പിന്നെ വാലുള്ള തലയെക്കെട്ട്, അതുപോലെ തന്നെ വലിയ താടി ഒക്കെ ഉണ്ട്. അപ്പൊ ജനങ്ങൾ കുറെ ആളുകൾ അതിൽ ഉണ്ട്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നൂർ ഇർഷാദ് ഇത് എതിർക്കേണ്ടി വന്നു. അതിനെക്കുറിച്ച് അഗാധമായി പഠനം നടത്തിയപ്പോൾ അത് ബിദ്അത്ത് ആശയങ്ങൾ അവരടുക്കൽ ബോധ്യപ്പെട്ടപ്പോൾ സമസ്തയെ എതിർത്ത്. അതുപോലെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയല്ല എന്ന കാര്യം ഉറപ്പാണ്. അതെന്നെ വെറുതെ ആദ്യം പറഞ്ഞിട്ടില്ല. ആദ്യത്തെ 3 മാസം കഴിഞ്ഞ ശേഷമാണ് സമസ്തന്റെ ഈ പോഷക സംഘടനയായ SKSF ആളുകളെ അല്പാൽപ്പം സംസാരിക്കാൻ തുടങ്ങിയത്. പിന്നീട് കൂടുതൽ ബോധ്യപ്പെട്ടു. സനദല്ല നസബിയാണെന്ന് മനസ്സിലായി. അതിന് പുറമെ ഇദ്ദേഹത്തിനടുക്കൽ ആയിരക്കണക്കിന് മുടികളുണ്ടെന്ന് മനസ്സിലായി. നീളം വളരെ കൂടുതലാണെന്ന് മനസ്സിലായി. പിന്നീട് ഇതിന്റെ അവസാനം, ഇതിന്റെ മൊരട്, അതിന്റെ ഉത്ഭവം അത് മേഡിൻ ബോംബെയാണ് പിന്നെ എന്നുള്ളത് മനസ്സിലായി. ഒരുപാട് കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലായി. ഇതിന്റെ ഉള്ളിലുള്ള സകലമാന കള്ളക്കളികളും മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയല്ല, അത് 100% ഉറപ്പാണ്. 1% പോലും ആ വിഷയത്തിൽ സംശയമില്ല. വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം. ഇവിടെ ഈ സമസ്തയെന്ന് ആൾക്കാർ സമസ്തയെന്ന് ആർക്കെങ്കിലും വല്ല കാര്യം കിട്ടുവെച്ചിട്ട് എന്ന് വിചാരിച്ചിട്ട് ആരും ഇങ്ങോട്ട് വരും വേണ്ട, ഒന്നും കിട്ടൂല. ഇവിടുന്ന് ഇതിൽ വന്നാൽ ആരും അങ്ങനെ എതിരേൽക്കൊന്നും ഇല്ലേനും. ഹക്ക് ബോധ്യപ്പെട്ടിട്ട് ആരെങ്കിലും ഹക്കിന്റെ കൂടെ നിൽക്കണമെന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർ വരിക, അല്ലാത്തവർക്ക് ഇതിക്ക് വരാൻ തോന്നും ചെയ്യൂല. അതാണ് ഇപ്പൊ ഇതിനെ കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് വേറെ ആരും വരാ, അത് നമ്മുടെ വിഷയമേ അല്ല. കാര്യം ഹക്ക് ബോധ്യപ്പെടുത്തലാണ് നമ്മുടെ വിഷയം എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ മൈക്ക് കൈമാറുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.
നെക്സ്റ്റ് അബുദാബി മൈക്കെടുത്ത്. ഓക്കെ ഓക്കെ. അസ്സലാമു അലൈക്കും. സൗണ്ട് ഒക്കെ ക്ലിയർ അല്ലേ? ഹലോ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് ഓപ്പൺ ഫോർ ആണ്, വിവാദ മുടിയെ കുറിച്ചിട്ടുള്ള ഓപ്പൺ ഫോർ. ഓപ്പൺ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിഭാഗക്കാർക്കും സംസാരിക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു വിഭാഗത്തിന് മാത്രമല്ല, എല്ലാവർക്കും സംസാരിക്കാമായിരിക്കും പറ്റും തോന്നുന്നു. മുമ്പ് സംസാരിക്കാൻ ടൈം എടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്കും അതേപോലെ എന്റെ വിഷയം പറയാനുള്ള സമയം തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും. ഓക്കെ, അപ്പോ കുഴപ്പമില്ലല്ലോ, പ്രശ്നമൊന്നുമില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിപ്പം വിവാദം മുടിയാകുമ്പോൾ നമുക്ക് ഈ മുടിയുടെ കാര്യത്തെക്കുറിച്ച്, അതിന്റെ വിശ്വാസ്യത കാര്യങ്ങളെ കുറിച്ച് എനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ AP കാരോടാണ് ചോദിക്കേണ്ടത്. അപ്പൊ ഇവിടെ ചോദിക്കേണ്ടി വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരും മൈക്കൊന്നും ചാടല്ലേ, പരിചയപ്പെടുത്തണ്ട ആവശ്യമുണ്ടോ? പരിചയം കാര്യം. അപ്പൊ എനിക്ക് വേണ്ടത്, ഞാൻ SK കാരോടൊന്ന് ചോദിക്കുന്നത്, നിങ്ങൾ ഇത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് ഖസ്റജിയുടെ കയ്യില് ഒറിജിനൽ മുടിയാണ്, അത് തിരികേശമാണെന്ന് പറഞ്ഞു. അത് പിന്നെ മാറ്റി പറഞ്ഞു, അതും നിങ്ങൾ വിശ്വസിച്ചു. പിന്നെ നിങ്ങളുടെ പല നേതാക്കളും പറഞ്ഞു അത് ലബനാനി പെണ്ണിന്റെ മുടിയാണ്, സ്വാമിയുടെ മുടിയാണ്, കാന്തപുരത്തിന്റെ മുടിയാണ്, അങ്ങനെ പല പല കാര്യങ്ങളും പറഞ്ഞു. അതൊക്കെ നിങ്ങൾ വിശ്വസിച്ചു. അല്ലെങ്കിൽ ഒന്ന് വിശ്വസിച്ചു, അടുത്ത നേതാവ് നിങ്ങളെ മാറ്റി പറയുമ്പോൾ അത് വിശ്വസിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് വേറൊരു നേതാവ് അത് കാന്തപുരത്തിന്റെ മുടിയാണ് പറയുന്നത്, അതും നിങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ ഒരു നല്ല മുബാറക്കായ കൈകളിൽ മാത്രമേ എത്തുന്നവർ നിങ്ങൾ ഇരുന്നു, ആ പ്രശ്നവർക്ക് അത് വിശ്വസിക്കും. പിന്നെ വേറെ ആൾക്കാർ വേറെ പ്രശ്നങ്ങളാണ് നിൽക്കുന്നത്. അപ്പൊ അതിൽ നേതാവ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഷറഫാക്കപ്പെട്ട മുടി ഷറഫില്ലാത്ത ആൾക്കാർക്കും, അതായത് നല്ലതല്ലാത്ത ആൾക്കാർക്കും കിട്ടും. അപ്പൊ അത് നിങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ എല്ലാം കൂടെ നിങ്ങളുടെ നേതാക്കൾ തന്നെ ഈ മലക്കം പറഞ്ഞ ഒരുപാട് കളവ്, ഒരു വ്യക്തമായിട്ട് പഠിക്കുകയോ ഒന്നും ചെയ്യാതെ പല പല കാര്യങ്ങളിലും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വ്യക്തമായിട്ട് പഠിക്കുകയും ചെയ്യാതെ. എന്നിട്ട് നിങ്ങൾ അവസാനം ഈ കളി എല്ലാം കളിച്ച് ഇതിന്റെയൊക്കെ അവസാനം നിങ്ങൾ എത്തിയത് എന്തുവാ? എവിടുന്ന് എത്തിയത്? കാന്തപുരത്തിന് കിട്ടിയ മുടി കാന്തപുരത്തിന്റെ മുടിയല്ല, ലബനാനി പെണ്ണിന്റെ മുടിയല്ല, പിന്നെ സ്വാമിയുടെ മുടിയല്ല. ആ മുടി കാന്തപുര ഉസ്താദിന് കിട്ടിയത് ഇക്ബാൽ ജാലിയവാല എന്ന ആളിൽ നിന്നാണെന്ന് നിങ്ങൾ സമ്മതിക്കുകയാണ് അവസാനം ചെയ്തത്. അത് തന്നെയാണ് SSFന്റെ ആൾക്കാരും കാന്തപുര ഉസ്താദും പണ്ട് മുതലേ പറഞ്ഞത്. ആ പറഞ്ഞതിലേക്ക് നിങ്ങൾ ഇപ്പൊ എത്തുകയാണ് ചെയ്തത്. ഓക്കെ, എനിവേ ഇതാണ് എന്റെ ഒരു കാര്യം. പിന്നെ അടുത്ത വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഈ ബോംബെ പോയിട്ട് നിങ്ങൾ ഈ AK ഉസ്താദിന്റെയും കന്യത്ത് ഉസ്താദിന്റെയും പിൻഗാമികളാണല്ലേ നിങ്ങളുടെ നേതാക്കൾ. നിങ്ങളുടെ ഈ SK കാർ എന്താണ് പഠിക്കുന്നത്? ആ നേതാക്കൾ എന്താണ് ബോംബെ പോയി ചെയ്തത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബോംബെ പോയി ചെയ്തത് എന്താണ് എന്നൊക്കെ ഇപ്പൊ പറഞ്ഞുതരാം. ഏതായാലും നിങ്ങൾ കോഴിക്കോട് മർക്കസിന്റെ ഉള്ളിൽ നിന്ന് ചെയ്യുന്ന പരിപാടിയൊന്നും ഞങ്ങൾ ബോംബെയിൽ പോയിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാ. ഫൈസ് ഉസ്താദ് മൈക്ക്. ഏതായിരുന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. അതിനുശേഷം അദ്ദേഹം പറഞ്ഞല്ലോ ഇത് പെണ്ണിന്റെ മുടിയാണ്, മറ്റേ ഈ മുടിക്ക് ഇപ്പോഴും ഒരു സ്ഥിതി റസൂലുള്ളാന്റെ മുടിയല്ലല്ലോ, ഒരു പെണ്ണിന്റെ മുടിയാണ് എന്ന് പറഞ്ഞതിൽ ഒരു അപാധയും നമ്മൾ കാണുന്നില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയല്ലാത്ത ഒരു മുടിയെ റസൂലുള്ളാന്റെ മുടിയാണെന്ന് പറയുമ്പോ എന്താ അതിന്റെ അവസ്ഥ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നിങ്ങളൊന്ന് പഠിക്കണം. നിങ്ങൾ നിഷ്പക്ഷമതിയായിട്ട് വന്നു, പിന്നെ രണ്ടു കൂട്ടർക്കും വല്ലാത്ത രീതിയിൽ സംസാരിച്ചുകൊണ്ട് വന്നുകൊണ്ട് പിന്നെ ഇതുപോലെയുള്ള സംസാരം സംസാരിക്കുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു, മൻ കദിബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനൻ നാർ. എന്റെ മേലിൽ കരുതി കൂട്ടിക്കൊണ്ട്, നിങ്ങൾ കരുതി കൂട്ടിയിട്ടാ ചെയ്യുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാതെ റസൂലുള്ളാന്റെ മുടിയെല്ലാം. ഞങ്ങൾ എന്താ പറയുന്നത്? അത് പെണ്ണിന്റെ മുടിയായിരിക്കാം, ചിലപ്പോ സ്വാമിന്റെ മുടിയായിരിക്കാം. ആയിരുന്നൂടെ? ആരുടെ മുടിയും ആയിരിക്കാം.